സുൽത്താന്റെ പടയോട്ട കാലത്ത് ടിപ്പു സുൽത്താൻ ആർത്താറ്റ് പള്ളിയിൽ വന്നതും ആർത്താറ്റ് പള്ളി നശിപ്പിച്ചതും ഒക്കെ നമുക്കറിയാവുന്ന ചരിത്രമാണ്. അപ്പൊ ആർത്താറ്റു പള്ളിയിൽ പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് റമ്പാൻ, പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് കത്തനാർ, അദ്ദേഹം വിവാഹം കഴിക്കാത്ത കത്തനാരായതുകൊണ്ട് റമ്പാൻ, പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് കത്തനാരെന്ന് ഇട്ടൂപ്പ് റമ്പാൻ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇട്ടൂപ്പ് റമ്പാൻ പള്ളിക്കകത്ത് ഒളിച്ചിരുന്നു. 3-4 പേര് അവിടെ കൊല്ലപ്പെട്ടു. ടിപ്പു സുൽത്താനെ എതിർക്കാൻ പരിശ്രമിച്ചു. ബാക്കിയുള്ളവർ എതിർത്തിട്ട് അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി അവരെല്ലാം വ്യാപകമായി ചേലാകർമ്മം സ്വീകരിച്ചു. ചേലാകർമ്മം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ സുന്നത്ത് ചെയ്യുക, അല്ലെ സർക്കംസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇസ്ലാം മതപ്രവേശനത്തിന് മുസ്ലിങ്ങൾ വെച്ചിട്ടുള്ള അഗ്രചർമ്മം ഛേദിക്കുക, പരിച്ഛേദന. പല പേരുണ്ട്: പരിച്ഛേദന, ചേലാകർമ്മം, സുന്നത്ത്, സർക്കംസിഷൻ എന്നെല്ലാം പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. അപ്പൊ അനേക കുറേ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. പരിച്ഛേദന സ്വീകരിച്ച് മുസ്ലിങ്ങളാകാൻ വിസമ്മതിച്ചവരെയൊക്കെ കൊന്നുകളഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു. ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് റമ്പാൻ ചേലാകർമ്മം സ്വീകരിച്ചു, ഇസ്ലാം മതത്തിലേക്ക് മാറി. 25 വർഷത്തിന് ശേഷം 25 വർഷം ഇസ്ലാം മതത്തിൽ ചേർന്ന് നടന്ന ആ വ്യക്തി പിന്നീട് തീവന്നാസ്യോസ് രണ്ടാമൻ എന്ന പേര് മലങ്കരയിൽ മെത്രാനായി. അത് മുമ്പേ ഞാൻ പറഞ്ഞ മലബാർ സ്വതന്ത്ര സഭ തൊഴിയൂർ സഭയിലെ കിടങ്ങൻ മെത്രാൻ കേണൽ മൺട്രോയുടെ സ്വാധീനത്തിന് വഴങ്ങി പുലിപ്പക്കോട്ടിൽ ഇട്ടൂപ്പ് റമ്പാനെ മെത്രാനായിട്ട് വാഴിക്കുകയാണ്. മെത്രാനായിട്ട് വാഴിക്കുന്നതിന് മാർത്തോമ 9 കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിച്ചിട്ട് മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം സ്വന്തമാക്കുകയാണ്. അപ്പം മാർത്തോമ 9 നിർബന്ധിച്ച് സ്ഥാനം ത്യാഗം ചെയ്യിച്ച് മലങ്കര മെത്രാനാക്കാൻ ഈ പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് റമ്പാൻ എന്ന് പറഞ്ഞ് സത്യവിശ്വാസത്തെ ഉറ്റിക്കൊടുത്ത, എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം ചലഞ്ച് ചെയ്യപ്പെട്ട ഒരു സന്ദർഭത്തിൽ, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ കിട്ടിയ അസുലഭമായ സന്ദർഭത്തിൽ ആയുധധാരികളായ എഫ്രൈമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ മിന്നുന്ന വാളിന്റെ മുമ്പിൽ ഭയചകിതനായി നിന്നുകൊണ്ട് ആ വാളുകൊണ്ട് എന്റെ കഴുത്തു വെട്ടരുതേ, ആ വാളുകൊണ്ട് എന്റെ സുന്നത്ത് നടത്തിയാലും എന്ന് പറഞ്ഞ് കഴുത്തിലേക്ക് ഓങ്ങി വന്ന വാളിനെ ലഘൂകരിച്ച് അഗ്രചർമ്മം ഛേദിച്ച് ജീവനെ രക്ഷിച്ച, തന്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിക്കുന്നവൻ കർത്താവ് പറയുകയാണ്. ഇതാണ് മലങ്കര സഭ മാത്രമായിട്ട് നമ്മൾ എടുത്താൽ അതിന്റെ ലെഗസി എന്ന് പറഞ്ഞ ഇതാണ്. മലങ്കര സഭയെ മലയാളികളുടെ സഭയെ ആയിട്ട് മാത്രം എടുത്താൽ അതിന്റെ ലെഗസി ഇത്ര മാത്രമേ ഉള്ളൂ. വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റാതെ മണിയറയിലേക്ക് എന്നതുപോലെ ജയിലറകളിലേക്ക് നടന്നു കയറിയ വിശ്വാസധീരന്മാരുടെ പാരമ്പര്യം, പൈതൃകം, വിശ്വാസ സ്ഥിരത, ആ ലെഗസി നമുക്കുണ്ടാകണമെങ്കിൽ അതിനാണ് യാക്കോബായക്കാർ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ മുറുകെ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അക്ഷരം തെറ്റാതെ ഉച്ചാരണ ശുദ്ധിയോടെ ഉറച്ച ശബ്ദത്തോടെ സ്ഥൈര്യത്തോടെ ദൃഢധൈര്യത്തോടെ ഉറപ്പോടെ വിളിച്ചു പറയുന്ന അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതുപോലെയുള്ള കാലുവാരികളും മുന്തിയറപ്പന്മാരും ഭീരുക്കളും അവിശ്വാസികളും ദുർനടപ്പുകാരും അവരുടെ പട്ടിക വെച്ചിട്ട് ആ ഒരു ലെഗസി മാത്രമുള്ള മലങ്കരയുടെ മാത്രം ലെഗസി നമുക്ക് പുറത്തു പറയാൻ കൊള്ളുന്നല്ല. ടിപ്പു സുൽത്താൻ വന്നപ്പോ കഴുത്തെ വെട്ടരുതേ വേണേൽ കുറെ താഴെ വെട്ടിക്കോ എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ, വടികൊണ്ട് തല്ലല്ലേ സാറേ, പോപ്പി കുട കൊണ്ട് തല്ലിക്കോ വേണേൽ എന്ന് പറഞ്ഞാലേ വടികൊണ്ട് തല്ലല്ലേ സാറേ, കഴുത്തേലോട്ട് വെട്ടല്ലേ സാറേ. പരിശുദ്ധ സഭയെ നീ എത്ര ഭാഗ്യവതി. ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ സഭ. അന്ത്യോക്യൻ പാത്രീക്കിസിനെ കണ്ടപ്പോൾ ഓ മൈ എൽഡർ ബ്രദർ എന്നാണ് റോമിലെ മാർപ്പാപ്പ വിളിച്ചത്. ഓ മൈ എൽഡർ ബ്രദർ. എന്നിട്ട് പറഞ്ഞു ആ സഭ രക്തസാക്ഷികളുടെ സഭയാണ്. That church is highly populated in heaven. സ്വർഗത്തിൽ വലിയ പോപ്പുലേഷനാണ് സുറിയാനി സഭയ്ക്കെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. ആ സഭയുടെ അംഗത്വം. അപ്പോ യാക്കോബായ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഉറച്ചു പറയാൻ പറ്റും, ഇടമുറിയാതെ സ്തുതി ചെയ്യും വാനവസേനകളോടു കൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകേണമേ. നിന്നെ ഏറ്റു പറഞ്ഞവരാം സഹദേന്മാർ മൗദ്യാനന്മാർ എന്നിവർ സഹിത്. കുന്നംകുളത്തെ പാരമ്പര്യം എന്ന് പറഞ്ഞ
ടിപ്പു സുൽത്താനെ കണ്ടപ്പോൾ മുണ്ടുപൊക്കി കാണിച്ചു. എന്താ മുണ്ടുപൊക്കി കാണിച്ചു? വേണേ മുറിച്ചോന്നല്ല, അതെ, മറ്റൊരർത്ഥത്തിൽ. അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പോ നിങ്ങളിപ്പോ ഈ സ്ക്രീനെ കാണുന്നത് നിരണം ഗ്രന്ഥാവലിയാണ്. ചുമ്മാ ഗോസിപ്പ് പറയല്ല, നിരണം ഗ്രന്ഥാവലി, അതിന്റെ 56-ാമത്തെ പേജ്. ടിപ്പു സുൽത്താൻ വന്നിട്ട്, ടിപ്പു സുൽത്താൻ വടക്കൻ തിരുവിതാംകൂറിൽ പഴയ കൂറ്റുകാരുടെയും പുത്തൻ കൂറ്റുകാരുടെയും പല പള്ളികൾ നശിപ്പിച്ചു. അനവധി ക്രിസ്ത്യാനികളെ ചേലയിൽ ചേർത്തു. ചേലയിൽ ചേർത്തു എന്ന് പറഞ്ഞാൽ ചേലാകർമ്മം ചെയ്തു, ഇസ്ലാം മതത്തിൽ ചേർത്തു എന്നുള്ള. ചേലയിൽ ചേർത്തു. ചേലയിൽ കൂടുവാൻ മനസ്സില്ലാത്ത അനവധി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. മടക്കയാത്രയിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 30,000 പേരെ മൈസൂരിലേക്ക് കൊണ്ടുപോയി. ഇവരിൽ ആയുധം ധരിക്കുവാൻ കരുത്തുള്ളവരെ ചേല ചെയ്ത് 4 ബറ്റാലിയൻ സൈന്യത്തെ സംഘടിപ്പിക്കുകയും ചെയ്തു. സ്ത്രീകളിൽ സൗന്ദര്യശാലികളെ ടിപ്പു തന്റെ വെപ്പാട്ടിമാരായി അയക്കുവാൻ ഭാവിച്ചതിനെ നസ്രാണികൾ എതിർക്കിയാൽ അവരെ ശ്രീരംഗത്ത് പട്ടണത്തിൽ കൊണ്ടുവന്ന് ചമ്പാരന്മാർ എന്നു പേരുള്ള ചെരുപ്പ് കുത്തികളെ കൊണ്ട് മൂക്കും മേൽച്ചുണ്ടും ചെവികളും മുറിപ്പിച്ച് കഴുതപ്പുറത്ത് പിന്നോക്കം കയറ്റി തിരിച്ചിരുത്തി പട്ടണ പ്രദക്ഷിണം ചെയ്യിച്ചു. പിന്നീട് ഈ 30,000 നസ്രാണികളെ കാള എന്നു പേരുള്ള അന്ധകാര നിബിഡമായ ഒരു ജയിലിൽ പാർപ്പിച്ചു. ഇവരിൽ പലരെയും ടിപ്പുവിന്റെ വിവിധ വെടിമരുന്ന് ശാലകളിൽ തുച്ഛമായ പ്രതിഫലത്തിൽ വേലക്കായി നിയമിച്ചിരുന്നു. 26 പേർ ഒഴിച്ചുള്ള അഭയാർത്ഥികൾ എല്ലാവരും അല്പകാലത്തിനുള്ളിൽ തന്നെ കഷ്ടപ്പെട്ട് മരിച്ചു. സ്ത്രീകളെ അന്തഃപുരങ്ങളിലേക്കും കൊണ്ടുപോയി. അന്നത്തെ തിടുക്കത്തിൽ 500 ഇരുന്ന മെത്രാപ്പോലിത്ത കോട്ടയ്ക്കകത്ത് കരയേറി മുളന്തുരുത്തിയിലും കരിങ്ങാച്ചിറയിലും വന്ന് പാർത്തിരിക്കുമ്പോൾ, അപ്പോ മുളന്തുരുത്തിയിലേക്കും കരിങ്ങാച്ചിറയിലേക്കും ഒക്കെ അഭയാർത്ഥികളായിട്ട് പോന്നു. ചാട്ടുകുളങ്ങരെ പുലിക്കോട്ട് ഇട്ടൂപ്പ് കത്തനാരെ ചേലയിൽ കൂട്ടുക കൊണ്ട് അതിനെക്കുറിച്ച് കരിങ്ങാച്ചിറ ചെന്ന് കാട്ടുമങ്ങാട്ട് മൂപ്പിലെ കൂടെ റമ്പസുഖം ഏൽപ്പിക്കുകയും ചെയ്തു. ആ അവസ്ഥ പെരുമ്പടപ്പിൽ അറിഞ്ഞ് റമ്പാന്റെ വസ്തുകയും കണ്ടുകെട്ടി എടുപ്പിച്ചു. കാട്ടുമങ്ങാട്ട് മൂപ്പിലെ അനുജൻ ചാലിക്കോരെ കൊണ്ട് 7,000. ഇനി പറഞ്ഞ് പഴയ മലയാളം ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല, കാര്യം നാട്ടു മലയാളത്തിൽ ഞാൻ പറയാം. ടിപ്പു സുൽത്താൻ വന്നപ്പോ പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് റമ്പാൻ ചേലാകർമ്മം ചെയ്തു, സർക്കംസൈസ് ചെയ്തു, പരിച്ഛേദന ചെയ്തു, അല്ലെ സുന്നത്ത് ചെയ്തു, ഇസ്ലാം മതം സ്വീകരിച്ചു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നീട് 25 വർഷം കഴിയുമ്പോ കേണൽ മൺട്രോ സ്വന്തം സത്യവിശ്വാസത്തെയും പൂർവികമായിരിക്കുന്ന പിതാക്കന്മാരെയും എല്ലാം ഒരു ആശങ്കയുമില്ലാതെ തള്ളിക്കളഞ്ഞ ഈ പുലിക്കോട്ടിൽ ഇട്ടൂപ്പിനെ കൂടെ കൂട്ടുവാൻ കേണൽ മൺട്രോയ്ക്ക് ഒരു തെരുവ് നായിക്ക് ഒരു ബണ്ണിട്ട് കൊടുക്കുന്ന സമയമേ വേണ്ടി വന്നു. പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് റമ്പാൻ വാല് കാലിനിടയിൽ വെച്ച് കേണൽ മൺട്രോയുടെ ആജ്ഞാനുവർത്തിയായി മാറി. അവിടെയാണ് മലങ്കര സഭയെ പ്രൊട്ടസ്റ്റന്റ് പാളയത്തിൽ കെട്ടുന്നതിന്റെ ആദ്യത്തെ പടി. മലങ്കര സഭയെ പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഒറ്റിക്കൊടുത്ത ആദ്യത്തെ വ്യക്തി ഈ പുലിക്കോട്ടിൽ ഇട്ടൂപ്പാണ്. അവിടെയാണ് കേണൽ മൺട്രോയുമായിട്ട് മലങ്കര സഭയിൽ പട്ടക്കാരെ വാഴിക്കുമ്പോൾ സായിപ്പ് അവരെ സ്ക്രീൻ ചെയ്യുമെന്നുള്ള കരാർ വെക്കുന്നു. ആ കരാറിന്റെ ആധുനിക വേർഷനാണ് നമ്മള് സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി ഇപ്പോഴും ഉണ്ട്. അത് യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും ഒരുപോലെ എടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും എല്ലാം ഈ സെറാംപൂർ വിദ്യാഭ്യാസം ഇപ്പോഴും അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. നിങ്ങളത് വന്ന വഴി മനസ്സിലാക്കണം. എന്തിനാണ് യാക്കോബായ സത്യവിശ്വാസത്തിൽ സെറാംപൂർ യൂണിവേഴ്സിറ്റിക്കുള്ള പ്രസക്തി? പാശ്ചാത്യ ദൈവശാസ്ത്രം പരിശീലിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഡിഗ്രി എടുക്കുന്നതോടുകൂടി ഇവന്റെ മനസ്സ് കല്ലായി പോവാണ്. ഈ തികച്ചും തെറ്റായ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും ലോകവീക്ഷണവും എല്ലാം ഗ്രഹിച്ച് ഓൾ ദീസ് സ്ക്രാപ്പാണ്. So all these theologies, philosophies and worldview, all Western philosophy, Western worldview, Western theology, ഇതെല്ലാം വെച്ചിട്ട് പിന്നീട് അതിന്റെ മുകളിലേക്ക് സുറിയാനി സഭയുടെ കുറച്ച് ലിറ്റർജി ചൊല്ലുകയാണ്. അപ്പൊ ഇവർക്ക് ഉള്ളിൽ പുച്ഛമാണ്.